ഇതന്നെ നമ്മൾ KSRTCനെ ലാഭത്തിലാക്കാനും നമുക്കിങ്ങനെ പ്രവർത്തിക്കാണ്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ചെയ്ത് നോക്കിയാലല്ലേ അത് വർക്കാവില്ല എന്ന് മനസ്സിലാവുക. കിട്ടിയ കുട്ടിയില്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേറ്റും എല്ലാ ഇതും നഷ്ടത്തിലാണ്. എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും നഷ്ടത്തിലാണ്. ഭയങ്കര KSRTCക്ക് 12,000 കോടിയാണ് ഇപ്പോൾ ഉള്ള കടം. ഒരു വർഷം KSRTCക്ക് എണ്ണടക്കണമെങ്കിൽ 2,000 കോടി മാത്രമാണ്. KSRTC ഇങ്ങനെ ആൾക്കാരെ മനസ്സിൽ ആനവണ്ടി എന്നൊക്കെ പറയുമെങ്കിൽ പോലും KSRTCയുടെ ബസ് വളരെ ശോചനീയ അവസ്ഥയിലാണ്. ഞാനാണ് ഇതിൻ്റെ പ്രപ്പോസൽ വെച്ചത്. അപ്പം തന്നെ കുറേ പേര് ഇത് നടക്കാൻ പോകുന്നില്ല പറഞ്ഞിട്ട് അന്ന് ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി വി ഡിഡ് ഇറ്റ്. സോ ഇന്ന് നമുക്കുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും KSRTC നഷ്ടത്തിലാണ് എന്നൊക്കെ പറയുമ്പോഴും ആ ഒരു സംരംഭത്തെ എങ്ങനെ ലാഭത്തിലാക്കി മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്ന ഒരാളാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. സോ അതിനാൻ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എങ്ങനെയാണ് ഈ ഒരു KSRTC എന്നുള്ളൊരു പ്ലാൻ എടുക്കാൻ കാരണം എന്താണ്? ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് KSRTC നഷ്ടത്തിലാണെന്ന്. ആൻഡ് എന്തുകൊണ്ട് ഞങ്ങളെ സ്റ്റുഡൻസിൻ്റെ സ്കിൽ സെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിലൊരു മാറ്റം വരുത്തിക്കൂടാ എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളെ കോളേജിൽ നോക്കുകയാണെങ്കിൽ, രാജഗിരി കോളേജിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് ഒരു മാനേജ്മെൻറ്റ് ഫെസ്റ്റിൽ പോയിട്ടും അല്ലാത്ത കോമ്പറ്റീഷൻ, കേസ് സ്റ്റഡി കോമ്പറ്റീഷനിലൊക്കെ പോയിട്ട് പ്രൈസ് കൊണ്ടുവരാറുണ്ട്. എന്തുകൊണ്ട് ആ ഒരു സ്കിൽ സെറ്റ് നമുക്ക് ഒരു റിയൽ ലൈഫ് പ്രൊജക്റ്റുമേ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടാനുള്ളൊരു തോട്ടിൽ നിന്നാണ് KSRTC പ്രൊജക്റ്റിലേക്ക് എത്തിയത്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനുള്ള ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്തതും, അതായത് നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റ് ഈ ഒരു നിലയിലേക്ക് ഇപ്പം മിനിസ്റ്റർ ആണെങ്കിൽ ഇത് നിങ്ങളുടെ അക്സെപ്റ്റ് ചെയ്തു. സോ ഈ ഒരു ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്ത ഘടകങ്ങൾ? ഓക്കെ, ഡാറ്റ സൈഡ് ഞങ്ങൾ സെക്കൻഡറി ഡാറ്റ, പ്രൈമറി ഡാറ്റ. ഫസ്റ്റ് ഓഫ് ഓൾ KSRTCയുടെ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് 2004 മുതൽ 2016 വരെയുള്ള ഞങ്ങൾ ചെയ്തപ്പോൾ ആ ടൈം വരെയാണ് ഓഡിറ്റഡ് ആയിട്ടുണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പോൾ 2016 വരെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്തു. ദെൻ ഞങ്ങൾ കേരളം 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങൾ വെച്ച ഓരോ സജഷൻസിനും KSRTCയുടെ ഓരോ പ്രോബ്ലംസിനും നമ്മൾ സർവേ കണ്ടക്ട് ചെയ്തു. കേരളം 3ആയിട്ട്, അതായത് കോഴിക്കോട്, മലബാർ ഏരിയ, ദെൻ എറണാകുളം, ദ സെൻട്രൽ ഏരിയ ആൻഡ് ട്രിവാൻഡ്രം. ആൻഡ് അതിൽ നിന്നൊരു പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്തു. ആൻഡ് ഇത് രണ്ടും കമ്പൈൻ ചെയ്തു. ആസ് വെൽ ആസ് ഞങ്ങൾ വേൾഡിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യണ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ്റെയും ആസ് വെൽ ആസ് പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ്റെയും ബിസിനസ് സ്ട്രാറ്റജീസും ഞങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഈ ഡേറ്റാസ് ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തത് എങ്ങനെയാണ്? KSRTCയുടെ ആനുവൽ ഫിനാൻഷ്യൽ ഡാറ്റ കിട്ടിയത് ഞങ്ങൾ വിവരാവകാശം, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഞങ്ങൾ അപ്ലൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ KSRTC തന്നെ നമുക്ക് സെൻഡ് ചെയ്തു. ദെൻ KSRTCയുടെ ഇപ്പോൾ ആനുവൽ ഫിനാൻഷ്യൽ ഡാറ്റ ഒരു ഹോൾ ബിസിനസ് അല്ലേ, ഹോൾ ഈ കോർപ്പറേഷൻ്റെ ഇൻകം, എക്സ്പെൻസും അസറ്റും ലയബിലിറ്റീസൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്ക് അതിലൊരു മൈക്രോ എക്കണോമിക്സ് ലെവലിലുള്ള ഡാറ്റ കിട്ടണമായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ KSRTCയുടെ മാനേജിങ് ഡയറക്ടർ ഉണ്ട് ഡിസ്ട്രിക്ട് വൈസും, അപ്പോൾ അവരെ പോയി മീറ്റ് ചെയ്തു, അവരായിട്ട് ഡിസ്കസ് ചെയ്തു. ദെൻ നമുക്കതും കൂടി കിട്ടി. ലൈക്ക് ഈ വിവരാവകാശത്തിൽ അപ്ലൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വന്നു. നമുക്കൊരു 3 മാസം ഗ്യാപ്പ് എടുക്കും കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതും അങ്ങനത്തെ കുറച്ച് ചടങ്ങുണ്ട്. ഇപ്പോൾ KSRTCയിൽ നമുക്ക് പേയ്മെൻറ്റ് ഒന്നല്ലെങ്കിൽ KSRTCയുടെ ടിക്കറ്റ് ഡിപ്പോ പോയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പർ ഒട്ടിക്കാം. ഇപ്പോൾ ഞങ്ങൾ ഇത് രണ്ടും അല്ലാണ്ട് വേറൊരു ഓപ്ഷനാണ് ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് അങ്ങനെയല്ല പറഞ്ഞിട്ട് റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ KSRTCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു റൈറ്റ് പ്രൊസീജിയർ, ഏത് സിസ്റ്റത്തിൽ കൂടെയാണ് റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ പേയ്മെൻറ്റ് KSRTC പറയും. അപ്പോൾ കുറച്ച് ലെറ്റർ പ്രൊസീജിയർ ഉണ്ട്, ബട്ട് കിട്ടും. ഈ ഒരു പ്രൊജക്റ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് എത്ര ടൈം എടുത്തു? ഈ പ്രൊജക്റ്റ് ഭയങ്കര വലിയൊരു പ്രൊജക്റ്റാണ്. ഞങ്ങൾ സ്റ്റുഡൻസാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം 1.5 വർഷം പിടിച്ചു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് കിട്ടാൻ കുറച്ച് ലേറ്റായി. ദെൻ ഞങ്ങൾക്ക് വെക്കേഷൻ വന്നു, എക്സാം ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു 1.5 വർഷം കൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ പ്രസൻറ്റ് ചെയ്തു. ഇങ്ങനൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു? ഞാനാണ് ഇതിൻ്റെ പ്രപ്പോസൽ വെച്ചത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരു
ഞാനിപ്പോൾ കോളേജിലത്തെ ഒരു 25 പേരെ ഒരു ടീമാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ടീം വന്നു, ആ ടീമിന് പ്രപ്പോസൽ വെച്ചു. അപ്പം തന്നെ കുറേ പേര് ഇത് നടക്കാൻ പോകുന്നില്ല പറഞ്ഞിട്ട് അന്ന് ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്തി ലാസ്റ്റ് ഒരു 10 പേര് 15 പേര് ഈ ടീം ചുരുങ്ങി. അതിൽ തന്നെ ഒരു 5 പേര് ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ സൈഡിൽ നിന്ന് ഈ 5 പേർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഞങ്ങൾക്കിത് അറ്റ് ദ എൻഡ് സക്സസ് ആയില്ലെങ്കിലും ഞങ്ങളെ സ്കിൽസ് കൂടുന്നുള്ളത് ഒരു സംശയമില്ലാണ്ട് ഉറപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ സ്കിൽസ് കൂട്ടാനും ദെൻ തന്നെ നമ്മളെ KSRTCനെ ലാഭത്തിലാക്കാനും നമുക്കിങ്ങനെ പ്രവർത്തിക്കാണ്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ചെയ്ത് നോക്കിയാലല്ലേ അത് വർക്കാവില്ല എന്ന് മനസ്സിലാവുക. ഇതിന് ഇപ്പം അതിനാനെ കൂടാണ്ട് ഉണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു? ഇപ്പം എൻ്റെ ടീമിൽ മഹേഷ് ഉണ്ടായിരുന്നു, പിന്നെ ദേവാനന്ദ് ഞങ്ങൾ പാസ് ഔട്ട് സീനിയറാണ്, ദെൻ കെസ്റ്റർ ജെയ്മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ രൺവീർ മെനോൻ, മിഥിൽ, അങ്ങനെ 15 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. ടീച്ചേഴ്സും തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളെ ക്ലബ് IDC പറഞ്ഞ, അതായത് ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൽ ഓഫ് രാജഗിരി കോളേജ്, അപ്പോൾ അതിൻ്റെ അണ്ടറിലാണ് ഞങ്ങൾ ക്വാളിറ്റി സർക്കിൾ പറഞ്ഞൊരു ഇനീഷ്യേറ്റീവിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു നോഡൽ ഓഫീസർ ആർട്രാസി മൈക്കിൾ മാം ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ബാക്കി ടീച്ചേഴ്സൊക്കെ സപ്പോർട്ടിങ് തന്നെ ആയിരുന്നു, ബട്ട് എല്ലാവരും നമ്മൾ സ്വപ്നം കാണുന്ന പോലെ ആയിരുന്നു. സോ നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്ക്. ആൻഡ് ഫൈനലി വി ഡിഡ് ഇറ്റ്. ലൈക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രപ്പോസൽ അതിനാണ് വെച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ഐഡിയ, കാരണം KSRTC എന്ന് പറഞ്ഞ് നമ്മളെല്ലാം കണ്ടിട്ടുള്ള നഷ്ടത്തിലാണ്. അപ്പോൾ ആ ഒരു ഐഡിയ ലാഭത്തിലാക്കാം എന്നുള്ളൊരു പ്രൊജക്റ്റ് മുമ്പോട്ട് വെച്ചപ്പോൾ എന്തായിരുന്നു? ഇപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നു എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയാണ്? ഞാനിപ്പോൾ ചെറുപ്പം മീൻസ് ഒരു 11th-12th കഴിഞ്ഞേക്കന്നെ ഞാനിതുപോലെ ഓരോ കമ്പനീസിൻ്റെ സ്ട്രാറ്റജി ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യാറുണ്ട്. ഓരോ കമ്പനീസിൻ്റെ ബിസിനസ് സ്ട്രാറ്റജി ഉണ്ടാക്കുക, ഓരോ മാൾസിൻ്റെ ബിസിനസ് സ്ട്രാറ്റജി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫെയിൽ ആവുന്ന ബിസിനസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വർക്കൗട്ട് ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ അത് പലപ്പോഴും പ്രസൻറ്റ് ചെയ്യാൻ പറ്റാറില്ല. പ്രസൻറ്റ് ചെയ്യുന്ന ടൈമിൽ അത് വേറെ കമ്പനി വന്ന് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് പൂട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ഇത് നടന്നിട്ടില്ല. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് അറിയാം, വീട്ടുകാരെപ്പോഴും സപ്പോർട്ടിങ് ആണ്. ഞാൻ ചെയ്യണത് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് വന്ന് നോക്കും, ജസ്റ്റ് ഒന്ന് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടുകാരും ഈ പ്രൊജക്റ്റ് പറഞ്ഞപ്പോൾ ആ ഒരു ലെവൽ തന്നെയാണ്, ഇത് ചെയ്തോട്ടെ, സ്കില്ല് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ എന്നുള്ളത് തന്നെ. കിട്ടിയ കുട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ വീട്ടുകാരും എടുത്തത്. അവർ ഭയങ്കര പോസിറ്റീവായിരുന്നു. മൊത്തത്തിൽ നല്ല സപ്പോർട്ടായിരുന്നു. ദെൻ കുറേ പേര് നടക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, ബട്ട് ഫൈൻ, എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ പ്രൊജക്റ്റിൽ നിങ്ങളിപ്പോൾ ഈ ഡേറ്റാസ് അല്ലാണ്ട് വേറെ സ്റ്റേറ്റ്സിനെയൊക്കെ റെഫർ ചെയ്ത് എടുത്തിരുന്നു? ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേറ്റും എല്ലാ ഇതും നഷ്ടത്തിലാണ്. എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും നഷ്ടത്തിലാണ്. ഭയങ്കര റയറായിട്ടുള്ള ചെറിയ ഓർഗനൈസേഷൻ മാത്രമാണ് പ്രോഫിറ്റിലുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ഡയറക്റ്റ് റെഫറൻസ് അല്ല, ബട്ട് നമ്മൾ ഈ കടത്തിൻ്റെ കാര്യം ബാക്കിയൊക്കെ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, തമിഴ്നാട് വെച്ചിട്ടും കർണാടക വെച്ചിട്ടും. അപ്പോൾ അതിൽ കണ്ട ഫാക്ട്, നമുക്കിപ്പോൾ നമുക്കുള്ളതിൻ്റെ ഇരട്ടി കടം അവർക്കുണ്ട്. അപ്പോൾ നമ്മളത്ര പിന്നിലല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവിടൊക്കെ എത്ര കടം? KSRTCക്ക് 12,000 കോടിയാണ് ഇപ്പോൾ ഉള്ള കടം. 12,000 crore. ഓക്കെ. അത് നമുക്ക് 2004 ഏകദേശം 4,000 കോടി ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ വന്ന് 12,000 കോടിയായി. KSRTC തമിഴ്നാട് RTC ഈക്ക് 2004 6,000 കോടി കട ഉണ്ടായിരുന്നു. അതിപ്പോൾ 22,000 കോടി കടമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10,000 കോടിയുടെ ഡിഫറൻസ് KSRTCയും തമിഴ്നാടും തമ്മിലുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിനും ഭയങ്കര വലിയ എമൗണ്ട് ഡെപ്ത് ഉണ്ട്. ലൈക്ക് നമ്മളെല്ലാം ഒരിടയ്ക്ക് KSRTC കടത്തിലാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരിടയ്ക്ക് പറയും ആ സർക്കാർ പറ്റിക്കുന്നതാണ്, പക്ഷെ ശരിക്കും KSRTC കടത്തിൽ തന്നെയാണ്. അതെ, ശരിക്കുമാണ്. നമുക്ക് പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും നഷ്ടത്തിലാണ്. എല്ലാതും ഗവൺമെൻറ് സപ്പോർട്ട് കൂടിയിട്ടാണ് റൺ ചെയ്യണത്. അപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി റൺ ചെയ്യുകയാണെങ്കിൽ പോലും അത് ടാക്സ് പേയേഴ്സിൻ്റെ പൈസ തന്നെയാണ്. ഇപ്പോൾ KSRTCക്ക് സ്വന്തമായിട്ട് ആ ഒരു പ്രോഫിറ്റേക്ക് അല്ലെങ്കിൽ ബ്രേക്ക് ഇവണിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും ആൾക്കാർക്ക് അത്രയും നല്ല സർവീസ് കിട്ടുകയും ചെയ്യും. അഗെയിൻ ടാക്സ് പേയേഴ്സിൻ്റെ പൈസ തന്നെ അങ്ങനെയും പോണത്, ഇല്ലെങ്കിൽ
ആൾക്കാരുടെ പൈസ തന്നെയാണ്. അപ്പോൾ ആൾക്കാർക്ക് ബെനിഫിറ്റ് ആണ്. എനിവേ, ഇപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റ് വെച്ചിട്ട് എന്തിനാണ് നിങ്ങൾക്ക് ഇപ്പം കൂടുതൽ എക്സ്പെൻസ് വരുന്ന എന്ത് കാര്യത്തിനാണ് ഇപ്പം KSRTC ഒരു ഫുൾ പ്രൊജക്റ്റ്? KSRTCയുടെ 46%, എബോ ഏകദേശം 50% കോസ്റ്റ് വരുന്നത് ഫ്യൂവലാണ്. അത് ഏകദേശം ഒരു വലിയ എമൗണ്ട് ആണ് വരുന്നത്. ഇപ്പോൾ എബൌട്ട് ഇപ്പോൾ ഒരു വർഷം KSRTCക്ക് എണ്ണ അടക്കണമെങ്കിൽ 2000 കോടി മാത്രം വേണം, 2000 കോടി രൂപ. അപ്പോൾ അതാണ് ഏറ്റവും ഫ്യൂവൽ എക്സ്പെൻസ്. ദെൻ സാലറി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. മേജർ ഫ്യൂവൽ തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് ഈ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ട് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ KSRTC ഏറ്റവും വലിയ കോസ്റ്റ് വരുന്നത് ഫ്യൂവലാണ്, 46%. അപ്പോൾ ഫ്യൂവൽ 1% കുറച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് 8 കോടി രൂപ നമ്മളെ പോക്കറ്റിൽ വീഴും. അപ്പോൾ ഫ്യൂവല് മാക്സിമം കുറയ്ക്കണമെങ്കിൽ ഡ്രൈവിങ് മാക്സിമം നന്നാവണം. അപ്പോൾ നമുക്കറിയാം KSRTCയുടെ എല്ലാ ജീവനക്കാരും കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അവർ നല്ല ഡ്രൈവേഴ്സാണ്, സംശയമില്ല. പക്ഷേ അവർ നന്നായി വണ്ടി ഓടിക്കുന്നുണ്ടാകുന്ന നമുക്ക് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബസ്സിൻ്റെ പ്രശ്നങ്ങൾ കാണാം, അല്ലെങ്കിൽ ഡ്രൈവേഴ്സിൻ്റെ ഡ്രൈവിംഗ് എഫിഷ്യൻസി നമുക്ക് റിയലായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രൈവിംഗ് അസിസ്റ്റൻ്റ് പറഞ്ഞൊരു സിസ്റ്റം, ജസ്റ്റ് ഡ്രൈവേഴ്സിൻ്റെ മൊബൈൽ ഫോണ്, ദെൻ KSRTC ബസ്സിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ IoT വെച്ച് കണക്ട് ചെയ്യുക. ആൻഡ് അതിൻ്റെ ഒരു റിയൽ ടൈം ഡാറ്റ KSRTCയുടെ മാനേജ്മെൻറ്റിന് കിട്ടുന്ന രീതിയിൽ, അതായത് വണ്ടിയുടെ സ്പീഡ്, RPM, ദെൻ അതിൽ നിന്ന് നമുക്ക് മൈലേജ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതിൽ നിന്ന് എത്ര ആയിരിക്കും നമുക്കൊരു ലാഭം ഉണ്ടായിരിക്കും? ഇതിൽ നിന്ന് ലാഭം നമുക്ക് 15%, അതായത് ഫ്യൂവലിൽ ഒരു 10 to 15% വരെ കുറയും. ഏകദേശം 200 കോടി രൂപ നമുക്ക് ഇതിൽ നിന്ന് ലാഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് ഒരു 200 കോടിയുടെ ലാഭം ഉണ്ടാവും. ഓക്കെ, ബാക്കി നെക്സ്റ്റ് എന്ത്? ദെൻ KSRTCയുടെ ബസ് ഡിപ്പോ ബ്രാൻഡ് ചെയ്യുക. കേരളത്തിലത്തെ എല്ലാ മെയിൻ സ്ഥലത്തും KSRTCക്ക് ഡിപ്പോ ഉണ്ട്. ഒരു സിറ്റിയുടെ നടുക്ക് അല്ലെങ്കിൽ ആ ഒരു ടൗണിൻ്റെ നടുക്ക് KSRTCക്ക് ഡിപ്പോ ഉണ്ട്. ഇപ്പോൾ ഈ ഡിപ്പോ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ മിൽമ പോലത്തെ ഓർഗനൈസേഷന് ലീസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, ഇപ്പോൾ തൃശ്ശൂർ ഡിപ്പോ അത് മിൽമ തൃശ്ശൂർ ആക്കുകയാണെങ്കിൽ ആ ബ്രാൻഡിന് ഒരു ലോക്കലൈസ്ഡ് ഫീലിംഗ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും മിൽമ പോലത്തെ ബ്രാൻഡിന്. ആസ് വെൽ ആസ് KSRTCക്ക് ഒരു വലിയ എമൗണ്ട് അതിൽ നിന്ന് സോഴ്സ് ചെയ്യാൻ പറ്റും. കറന്റ് ഇപ്പം മെട്രോ ചെയ്യുന്നത് ഇപ്പോൾ കുസാറ്റ് മെട്രോ ഇന്ത്യയിൽ നല്ല ഭംഗിയിൽ ഞാൻ കണ്ടുവന്ന് വരുമ്പോൾ പാലാരിവട്ടം ഈസ്റ്റ് അങ്ങനെ പറയുന്ന പോലെ, അതുപോലെ നമുക്ക് KSRTCയുടെ ഡിപ്പോ ഞങ്ങൾ പ്രപ്പോസൽ വെക്കുമ്പോൾ മെട്രോ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ദുബായ് മെട്രോ ആയിരുന്നു ഞങ്ങളുടെ റെഫറൻസ്. ഓക്കെ, ആൻഡ് അപ്പോൾ അതിൽ നിന്നൊരു വലിയ എമൗണ്ട് അത് ഇവൻച്വലി നമുക്ക് ബസ് സ്റ്റോപ്പ്, അതായത് ഓരോരോ കുഞ്ഞിയ സ്റ്റോപ്പുകളിലേക്ക് നമുക്കിത് എത്തിക്കാൻ പറ്റും. ഈ ഒരു ബ്രാൻഡിങ് ചെറുകിട വ്യവസായങ്ങൾക്കും ഇതൊക്കെ അങ്ങനെ ലീസ് ചെയ്യാൻ പറ്റിയത്. ദെൻ മൂന്നാമത്തേത് K-Wallet. ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ട്രിവാൻഡ്രം സൈഡിലൊക്കെ UPI പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇവൻച്വലി ഇപ്പോൾ എല്ലായിടത്തും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ UPI പേയ്മെൻറ്റ് ഇറ്റ് സെൽഫ് നമുക്ക് യൂസ്ഫുൾ ആണ്, പക്ഷേ ഇറ്റ് സെൽഫ് KSRTCക്ക് ഒരു ബെനിഫിറ്റ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ വേൾഡിലെ എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ നോക്കുമ്പോൾ അതൊക്കെ ക്രെഡിറ്റ് ബേസിസിലാണ് റൺ ചെയ്യണത്. അതായത് ആൾക്കാർ ആദ്യം അവിടെ ഒരു ഹോൾ എമൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 1000 രൂപ അവിടെ റീചാർജ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അവർ ഓരോ ഘട്ടം കയറുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഡിറക്റ്റായിട്ട് വരികയാണ്. ഈ ട്രാൻസ്പോർട്ട് കമ്പനിക്ക് ആദ്യം തന്നെ എത്ര ഒരു ഹോൾ എമൗണ്ട് കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തേക്ക് എത്തണം. ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പുതിയ വേർഷൻ, അതായത് സബ്സ്ക്രിപ്ഷൻ മോഡൽ. മറ്റേതൊരു റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മെല്ലെ ഡിറക്റ്റ് ആവുള്ളൂ. നമ്മളിത് മന്ത്ലി ബേസിസ് അല്ലെങ്കിൽ ഇയർലി ബേസിസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരണം. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ഹാബിറ്റ് ചേഞ്ച് വരണം. പുതിയൊരു തലമുറയിൽ കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ഓൾഡ് ജനറേഷൻസിലോട്ട് വരുമ്പോൾ അത് റെഗുലറായിട്ട് KSRTC ഉപയോഗിക്കുന്ന ഒരാളോട് നമ്മൾ പോയിട്ട് പറയണത് നാളെ മുതൽ വണ്ടി കയറണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് ഇവൻച്വലി നമ്മൾ ഹാബിച്വേറ്റഡ് ആക്കിയിട്ട് ആൾക്കാരെ കൊണ്ടുവരണം അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ. ദെൻ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനുള്ള കുറേ മെഷേഴ്സ്. എങ്ങനെ നമുക്ക് എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം. എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ബസ്സിൻ്റെ ഇപ്പോൾ ഒരു സർവീസ് ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സർവീസ് പ്രൊവൈഡേഴ്സാണ്. അപ്പോൾ അവരെത്ര നന്നായി പെരുമാറുന്നോ അത്രയധികം ആൾക്കാർ കൂടും. അപ്പോൾ ഇതുപോലത്തെ ഒരു 14 റെക്കമെൻഡേഷൻസ് ആണ് നമുക്ക് ടോട്ടൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ പാഴ്സൽ സർവീസ് അതൊക്കെ, അതായത് ബസ്സിന്റെ മേലത്തെ സ്പേസ് അല്ലേ, അത് നമ്മൾ ലീസ് ചെയ്യുന്നു. അതായത് ആ ഒരു കരിയറിന്റെ ഭാഗം നമ്മൾ പ്രൈവറ്റ് ഇ-കൊമേഴ്സ് കമ്പനീസിന് ലീസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ലീസ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTCക്ക് ഒരു കോസ്റ്റ് ഇല്ലാണ്ട് തന്നെ
ഒരു പുതിയ ഇൻകം സോഴ്സ്. ഇപ്പോൾ KSRTC കേരളം മുഴുവൻ കാസർഗോഡ് ടു ട്രിവാൻഡ്രം ഫ്ലീറ്റ് നടത്തുന്നതാണ്. പോട്ടെ, മാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ഫ്ലീറ്റ് നടത്തുന്നതാണ്. അപ്പോൾ ഒരു കൊമേഴ്സ് കമ്പനീസിന് സെയിം ഡേ ഡെലിവറി നടത്തൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അബൌട്ട് 70 to 100 rupees പെർ പാക്കേജ് കോസ്റ്റ് വരുന്നുണ്ട്. അത് നമുക്ക് നേരെ ഈ KSRTCയുടെ മേലെ വെച്ചിട്ട് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ, KSRTC ഒന്നും കൂടി ടൈംലി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ അബൌട്ട് 6 rupees കേരളം മുഴുവൻ അവർക്ക് സെയിം ഡേ ഡെലിവറി നടത്താൻ പറ്റും. ഇത് ഭയങ്കര ഒരു വലിയ കോസ്റ്റ് കട്ടിംഗ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ ആൾക്കാരെ KSRTC നിന്ന് മടുപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ KSRTCയുടെ പഴയ ബസ്സുകൾ. അപ്പോൾ അതിന് നിങ്ങളെങ്ങനെയാണ്? ഓക്കെ, KSRTC ഇങ്ങനെ ആൾക്കാരെ മനസ്സിൽ ആനവണ്ടി എന്നൊക്കെ പറയുമെങ്കിൽ പോലും KSRTCയുടെ ബസ് വളരെ ശോചനീയ അവസ്ഥയിലാണ്. സീറ്റ് കംഫർട്ടല്ല, ഭയങ്കര സൗണ്ടാണ്. മീൻസ് വണ്ടി പഴകിയതിൻ്റെ എല്ലാ അസുഖങ്ങളും വണ്ടിക്കുണ്ട്. അപ്പോൾ എല്ലാ മീൻസ് നല്ല ബസ് സർവീസ് കൊടുക്കുന്ന കൺട്രീസൊക്കെ നോക്കുമ്പോൾ 3 വർഷം കൂടുമ്പോൾ ഒരു പുതിയ ബസ് മാറ്റും, എത്ര നല്ല ബസ്സാണെങ്കിലും. അപ്പോൾ KSRTCയും പുതിയ ബസ്സിലേക്ക് മാറണം. പക്ഷേ KSRTCയുടെ കയ്യിൽ പൈസ അല്ല ഇങ്ങനെ. അപ്പോൾ നമുക്ക് പുതിയ ബസ്സസ് ലീസ് ചെയ്യാം മേടിക്കുന്നതിന് പകരം. അപ്പോൾ അത് ആ ലീസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ബസ്സിൻ്റെ മെയിൻ്റെനൻസ് നോക്കാം, അല്ലെങ്കിൽ വി കൻ ഓൾസോ ടേക്ക് ഓവർ ദ മെയിൻ്റെനൻസ്. പക്ഷേ ബസ് ലീസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ ചെറിയ സമ്മ വെച്ചിട്ട് അത് റീപേ ചെയ്താൽ മതി. നമുക്ക് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 2013 1.32 കോടി ആൾക്കാർ KSRTC യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് പക്ഷേ അത് 2024 അതായത് 2023 എത്തിയപ്പോൾ 66 ലക്ഷമായിട്ട് ആൾക്കാർ കുറഞ്ഞു. അതായത് നേരെ പകുതിയായി കുറഞ്ഞു. അപ്പം അതിനർത്ഥം KSRTCയുടെ ബസ് അത്ര ആൾക്കാർക്ക് സ്വീകാര്യമല്ല, അല്ലാണ്ട് KSRTC ബസ് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ അത്ര താല്പര്യമില്ല എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള, ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിൾസ് നേരെ ഇരട്ടിയാവാണ് എല്ലാ വർഷം. ഇപ്പോൾ കേരളത്തിൽ ഒരു വീട്ടിൽ 1.5 പ്രൈവറ്റ് വെഹിക്കിളിന് മേലുണ്ട്. മീൻസ് ഒരു ഹൗസ് ഹോൾഡിൽ 1.5 വണ്ടിക്ക് മേലുണ്ട്. നാഷണൽ ആവറേജിൽ 0.2 ഉള്ളൂ. അപ്പോൾ KSRTCയിലെ പുതിയ ബസ്സസ് നിർബന്ധമായിട്ടും വേണം. എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രപ്പോസൽ ലൈക്ക് മന്ത്രിയുടെ അടുക്കലേക്ക് എത്തിക്കുന്നത്? അന്നേരം മന്ത്രിയിൽ നിന്നുള്ളൊരു റെസ്പോൺസും നിങ്ങൾക്ക് ഉടനടി തന്നെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിരുന്നു? ഓക്കെ, ഞങ്ങൾ ഗണേഷ് കുമാർ സാറിന് സബ്മിറ്റ് ചെയ്യുന്നത് ഞങ്ങളൊരു ഫസ്റ്റ് ഹാഫ് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേനും സാർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആൻഡ് സാർ അപ്പം തന്നെ CMD സാർ, അതായത് KSRTCയുടെ ചെയർമാൻ ശ്രീ പ്രമോദ് സാറിന് അസൈൻ ചെയ്യുക ചെയ്തത് ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഞങ്ങൾ സെയിം ഡേ തന്നെ സാർ അപ്പോയിൻമെൻറ്റ് തന്നു. ഞങ്ങൾ KSRTCയുടെ ഒരു ബോർഡ് മെമ്പേഴ്സിന് ഞങ്ങൾ പ്രപ്പോസൽ പ്രസൻറ്റ് ചെയ്തു. നല്ല റെസ്പോൺസ് ആയിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് അപ്രൂവൽ ലെറ്റർ കിട്ടി. ആൻഡ് ഞങ്ങൾ ഹാപ്പിയാണ്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ UPI പേയ്മെൻറ്റ് വരുന്നതും. ഈ മന്ത് എൻ്റെ തൊട്ടെന്തോ UPI പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് KSRTCയിൽ. സോ അത് നിങ്ങളുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണോ? ഏകദേശം. ഇപ്പോൾ KSRTC ഓൾറെഡി UPI പേയ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങളെ പ്രൊജക്റ്റും അതിനൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുണ്ടായിരിക്കാം. അതൊരു പ്രൗഡ് മൊമെൻ്റ് ആണല്ലോ. കാരണം കേരളത്തിൻ്റെ തന്നെ മെയിനായിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലൊരു ചേഞ്ച് വരുത്തുക എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ KSRTC കുറേ പുതിയ ബസ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഞങ്ങൾ പ്രപ്പോസൽ വെച്ചതിൻ്റെ ശേഷമാണ്. ഇപ്പോൾ മേ ബി അവർക്ക് ചിലപ്പോൾ ഇതിനു മുമ്പേ അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കാം. ബട്ട് എന്തായാലും KSRTC നന്നാവട്ടെ. വി ആർ ഹാപ്പി അബൌട്ട് ദാറ്റ്. ഈ ഒരു പ്രൊജക്റ്റ് ഈ ഒരു സക്സസ്സിലേക്ക് എത്താനായിട്ട് കൂടെ നിന്ന് ആരോടൊക്കെയാണ് നന്ദി പറയാനായിട്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ആർദ്ര മാം, ദെൻ പാരൻസ്, നല്ല ഫണ്ടിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ദെൻ ഇവഞ്ച്വലി ഫണ്ട് കോളേജ് റീഇംബേഴ്സ് ചെയ്തു. ഡെഫിനറ്റ്ലി കോളേജ്. ഇപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം ടൈം ആൻഡ് കുറേ റിസോഴ്സസ് വേണം. അപ്പോൾ അതൊക്കെ കോളേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്പോൾ കോളേജ്, ആർദ്ര മാം, പാരൻസ്, എല്ലാവരോടും, ആൻഡ് ഫ്രണ്ട്സ്, ആൻഡ് ഡെഫിനറ്റ്ലി മൈ ടീം സപ്പോർട്ട് ചെയ്തതല്ല കൂടെ വന്നതിന് ത്രൂ ഔട്ട് ദ പ്രൊജക്റ്റ്. സോ ഇത്രയും നേരം നമ്മളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തതിന് നന്ദി. ആൻഡ് ഇനി ഇതേപോലുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള കോണ്ടൻസും അല്ലെങ്കിൽ നാട്ടുകാർക്കെല്ലാം പ്രയോജനപരമായിട്ടുള്ള പുതിയ പുതിയ പ്രൊജക്ട്സായിട്ട് വീണ്ടും വീണ്ടും മുമ്പോട്ട് വരണം. അതിനിപ്പോൾ ജെൻസി എന്ന് പറയുന്നൊരു വിഭാഗത്തിനെ തന്നെ നമ്മൾ ക്ഷണിക്കുകയാണ്. പുതിയ തലമുറയാണ് എല്ലാത്തിനും വഴി കാണിക്കേണ്ടത്. സോ പുതിയ പുതിയ പ്രൊജക്റ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.